നമ്മുടെ പേരെന്താ? എൻ്റെ പേര് ആതിര. ജോലി? ഞാൻ റിസർവ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. നമ്മുടെ സ്ഥലം? ഇവിടെ തട്ടാമല. കൊല്ലം തന്നെ. അതെ. ഇപ്പം എത്ര വയസ്സുണ്ട്? 35. അപ്പോൾ നമുക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു? കല്യാണം കഴിഞ്ഞ് 2015. അത് കഴിഞ്ഞ് എത്ര കൊല്ലം കുട്ടികൾ ഉണ്ടാവാതിരുന്ന? കുട്ടികൾ ഉണ്ടാവാതിരുന്നതല്ല, ആക്ച്വലി നമ്മൾ പ്രഗ്നൻ്റ് ആവും, പക്ഷേ അബോർഷനായി പോകും. അങ്ങനെ 4 പ്രാവശ്യം അബോർഷനായി. ഡൽഹിയിലും പലയിടത്തും പല ടെസ്റ്റും ചെയ്ത് നോക്കി. തിരുവനന്തപുരത്ത് വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, ലാപ്രോസ്കോപ്പി ചെയ്തു. അതിന് ഒക്കെ ശേഷമാണ് പിന്നെ ഡോക്ടറിനെ കുറിച്ച് അറിഞ്ഞത്. ഏത് ഡോക്ടറാണ് ചികിത്സിച്ചത്? ഇല്ല, ലേറ്റസ്റ്റ് ക്രെഡൻസ് ഹോസ്പിറ്റലിലായിരുന്നു. അല്ല, നിങ്ങൾക്ക് ഇപ്പം ഫലം കിട്ടിയത് ഏത് ഹോസ്പിറ്റലിലാണ്? അല്ല, ഫലം കിട്ടിയത് വിജോയ് ഡോക്ടറുടെ അടുത്ത് വന്നതിന് ശേഷമാണ്. വിജോയ്സ് ഹോസ്പിറ്റൽ കുട്ടിയത്തുള്ള. അതെ, ഇവിടെ വന്നതിന് ശേഷമാണ് 3 മാസത്തെ ഇവിടുത്തെ മരുന്ന് കഴിച്ചു. അതിനുശേഷം പ്രഗ്നൻ്റായി. കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. മോള് ജനിച്ചു 2020. ഇപ്പം കുട്ടിക്ക് എത്ര വയസ്സായി? ഇപ്പം 3 വയസ്സ് കഴിഞ്ഞു. കുട്ടിയുടെ പേര്? ശിവാനി. അന്ന് ഈ ഡോക്ടർമാരെ പരിശോധിച്ചിട്ട് എന്താ പറഞ്ഞ കുട്ടികളുണ്ടാവാത്തതിന് കാരണം? പ്രത്യേകിച്ച് ഒരു കുഴപ്പവും കണ്ടില്ല. പിന്നെ ലാപ്രോസ്കോപ്പി ചെയ്തപ്പോൾ ചെറുതായിട്ട് എൻഡോമെട്രിയോസിസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനെല്ലാം ചികിത്സിച്ചു. പക്ഷേ അതിനുശേഷവും അബോർഷനായി. 3 കഴിഞ്ഞപ്പോൾ ഈ ലാപ്രോ ചെയ്തു. അതിനുശേഷവും അബോർഷനായി. ഇവിടെ വരാൻ കാര്യം എന്തായിരുന്നു? എൻ്റെ ഒരു റിലേറ്റീവ് പറഞ്ഞു, ഒരുപാട് വർഷത്തിന് ശേഷം കുട്ടികളുണ്ടായ ഒരു റിലേറ്റീവ് പറഞ്ഞ അനുസരിച്ചാണ് ഇവിടെ വന്നത്. അവരെവിടെയുള്ള? ഓടനാവട്ടം. അവർക്ക് കുട്ടികളുണ്ടായിരുന്നു? അതെ, ഒരു കുട്ടിയുണ്ട്. ഇവിടെ വന്ന് എങ്ങനെയൊക്കെയുള്ള മരുന്നാ ചെയ്ത്? ചിത്രപ്പാലയും നത്തയ്ക്കും അതേപോലത്തെ എല്ലാം കൊണ്ടുള്ള കുറേ നെയ്യും അരിഷ്ടങ്ങൾ പോലത്തെ ഒക്കെ ഉണ്ടായിരുന്നു. 3 മാസത്തെ അത് കഴിച്ചു. അതുകൊണ്ട് കുട്ടികളുണ്ടായി. അതെ. പിന്നെ ഇപ്പം വന്നത് ഇപ്പം 3 കൊല്ലം കഴിഞ്ഞില്ലേ? ഇനിയിപ്പം അടുത്ത ഒരു കുട്ടിക്ക് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഈ മരുന്നൊക്കെ ഒന്ന് കഴിച്ചിട്ട് മതിയെന്ന് വിചാരിച്ചു. അതാണ് ഡോക്ടറുടെ അടുത്ത് വന്നത്. വേറെ ഇപ്പം മെൻസസ് ഒക്കെ കറക്റ്റ് ആണോ? മറ്റു ശാരീരിക അസുഖങ്ങളൊന്നുമില്ലല്ലോ? ഇപ്പം തൈറോയിഡിൻ്റെ അതിന് ഗുളിക കഴിക്കുന്നുണ്ടോ എപ്പോഴും?